ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗെയിൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകുന്നതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ, ഓട്ടോ ഒക്കെ വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആലത്തിയൂർ ഇമ്പിച്ചി ബാവ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത്. എനിക്ക് പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിലാട്ടോ ഡോക്ടറെ കാണാനുള്ളത്. ഡോക്ടർ സുബ്രഹ്മണ്യ രാജൻ ഡോക്ടറെയാണ് കാണാനുള്ളത്. അവിടെ എത്തി ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തു. എനിക്ക് 6ാമത്തെ ടോക്കണായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജിന് മുന്നേ തന്നെ നമ്മൾ 2 ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടാൻ ഒരു 5-6 ദിവസം പിടിക്കും, പിന്നീട് വരുമ്പോൾ കാണിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആദ്യം ലാബിലാട്ടോ പോയത്. ലാബിൽ പോയിട്ട് നമ്മൾ ബ്ലഡിൻ്റെ റിസൾട്ടിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്, മറ്റു റിസൾട്ട് ചിലപ്പോൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ OPDയിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ വന്നിട്ട് എൻ്റെ പൾസും അതുപോലെ തന്നെ ഓക്സിജൻ ലെവലൊക്കെ നോക്കി. അതൊക്കെ പ്രശ്നമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് റിസൾട്ട് വന്നതിൽ ഒരെണ്ണം പോസിറ്റീവാണ്, അതായത് ഒരു റിസൾട്ടാണ് വന്നത്, ആ റിസൾട്ട് പോസിറ്റീവാണ്, ഫംഗസ് ഇൻഫെക്ഷൻ പോസിറ്റീവാണ്. അപ്പം ഇനി അതിൻ്റെ മരുന്നും കൂടി കഴിക്കേണ്ടി വരുന്നു ചുരുക്കം. കാരണം ഓൾറെഡി ഇപ്പോൾ നല്ല മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഈ ഫംഗസ് അതിൻ്റെ മരുന്നും കൂടി നമ്മൾ കഴിക്കേണ്ടി വരും. ഞാൻ ഫുൾ ടൈം മാസ്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ റിസൾട്ടൊക്കെ മേടിച്ചിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് സിസ്റ്റർ വീണ്ടും വന്നു. BP ഒക്കെ നോക്കി. BP ഒക്കെ നോർമലാണ്. പിന്നെ കുറച്ച് അധികം സമയം ഡോക്ടറെ അടുത്ത് ഇരിക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഒരാൾ കയറിയിട്ട് കുറച്ച് നേരമൊക്കെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നുണ്ട് സമയം എടുത്തിട്ട്. പിന്നെ ഞങ്ങൾ കയറി ഇറങ്ങി, ഡോക്ടറെ കണ്ടിറങ്ങി. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 10-20 മിനിറ്റ് ഡോക്ടർ റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ. കാരണം ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ താഴെ ഫാർമസിയിലോട്ട് പോയി മരുന്ന് മേടിക്കണമല്ലോ. മരുന്നിൻ്റെ ബില്ല് വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കണ്ണ് തള്ളി. മരുന്നിൻ്റെ വില മാത്രമല്ല, കാരണം അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം, എന്നാലേ മാറുള്ളൂ. പക്ഷേ 3000-ന് മേലെ ആയിട്ടോ 15 ദിവസത്തേക്കുള്ള മരുന്ന്. അപ്പോഴത്തേക്കും വീണ്ടും ഫാർമസിയിൽ നിന്ന് വിളിച്ചു, ഫാർമസിയിൽ നിന്നല്ല ലാബിൽ നിന്ന് വിളിച്ചു, മറ്റേ റിസൾട്ടും കൂടി വന്നിട്ടുണ്ട്, വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഈ ഒരു തവണ കൂടി വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ ലാബ് റിപ്പോർട്ട് മേടിച്ചിട്ട് വീണ്ടും ഡോക്ടറെ തന്നെ കാണാൻ വന്നു. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവില്ലേ, ശ്വാസം മുട്ട്, നെഞ്ഞുവേദന അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരുമ്പോൾ കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഇത്ര മരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ എന്താണാവോ പറയുക. നിങ്ങൾ റിപ്പോർട്ട് ലാബ് റിപ്പോർട്ട് കണ്ടില്ലേ, 4/13 നോർമൽ അവിടെ ഇരിക്കുന്നത്. 44 റിസൾട്ട് വന്നപ്പോൾ എന്ന് വെച്ചാൽ 2ാമത്തെ റിസൾട്ടും പോസിറ്റീവാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മരുന്നും കൂടി കഴിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനിൽ സാരികൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കല്യാണത്തിന് സാരി എടുക്കേണ്ട കോമ്പിനേഷൻസ്, അതുപോലെ തന്നെ സാരി ഓൺലൈനിൽ എടുക്കണം ഓഫ്ലൈനിൽ എടുക്കണം ഒന്നും തീരുമാനമായിട്ടില്ല. കാരണം എനിക്ക് ഡയറക്റ്റ്ലി പോയിട്ട് ട്രയലൊന്നും നോക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. എനിക്ക് മെയ്ത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാരിയൊന്നും വെച്ച് നോക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ 10-15 ദിവസം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടും സാരി എടുക്കുന്നുണ്ടാവും. ഞാൻ എന്നാലും നിങ്ങളോട് അത് ഷെയർ ചെയ്യും കേട്ടോ. എൻ്റെ ഒരു സാരിയുടെ പർച്ചേസിങ് എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യും. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഓൾറെഡി സമയം വൈകിട്ടുണ്ടായിരുന്നു. സാധാ നോർമൽ ചോറ്, കറി, മീൻ കറിയൊക്കെ കഴിച്ചത്. പിന്നെ അതിലേക്ക് നമ്മൾ വെത്തള് വറുത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെത്തളെന്ന് പറഞ്ഞാൽ ചില നാട്ടിലൊക്കെ ഇപ്പോൾ നത്തോലി എന്നൊക്കെ പറയില്ലേ, അതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ നത്തോലി വറുത്തത്. നല്ല നമ്മൾ കറുമുറ ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷേ എനിക്ക് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. ഞാനൊരു പൂതിക്ക് കഴിച്ചതാണ്. അധികം ഓയിലി ഉള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. ചോറ് കഴിക്കാം, പക്ഷേ എനിക്കതിനോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പരമാവധി ഒഴിവാക്കുന്നത്. കാരണം നമുക്കിങ്ങനെ എല്ലാം ഭക്ഷണവും കഴിച്ച് ശീലമായിട്ട് ഒക്കെ പെട്ടെന്ന് വേണ്ടാന്ന് വയ്ക്കുമ്പോഴൊരു ഇഷ്ടക്കേട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു, ഞാൻ അമ്മയും കൂടിയിട്ട്. അമ്മ കഴിഞ്ഞ ദിവസം എടുത്ത അതേ സാരി കേട്ടോ. വീണ്ടും ഞാൻ നാളെ CT സ്കാൻ എടുക്കാൻ പോകാണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അമ്മ ഇതേ സാരി എടുത്തിട്ടാണ് പോകുന്നത്. അമ്മ പറയുന്നത് ഈ സാരി എടുത്താൽ ഭയങ്കര സുഖമാണ്, അപ്പോൾ തിരുമ്പിയിട്ടാലും പെട്ടെന്ന് വൃത്തിയാവും എന്നാണ് അമ്മ പറയണം, ഉണങ്ങി കിട്ടുന്നതാണ് പറയണം. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. രാത്രി വിശാഖിൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു. ഇതാട്ടോ അച്ഛനും അമ്മയും. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത